സ്നേഹമുള്ള കൂട്ടുകാർ, നിങ്ങൾക്ക് പേർക്കും യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിലുള്ള സ്നേഹവന്ദനം. ഇന്ന് ദുഃഖവെള്ളിയായി അല്ലെങ്കിൽ വലിയ വെള്ളിയായി നാം ആചരിക്കുന്ന ദിവസമാണ്. യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ മാനവരക്ഷയുടെ പാപത്തിന്റെ പരിഹാരമായി കാൽവരി ക്രൂശിൽ യാഗമായി തീർന്നതിനെ അനുസ്മരിക്കുന്ന ഒരു ദിനമാണല്ലോ ഇന്ന്. സ്നേഹത്തിന്റെയും കൃപയുടെയും ത്യാഗത്തിന്റെയും അനുസരണത്തിന്റെയും അനുരഞ്ജനത്തിന്റെയും അടയാളമായിട്ട് നമുക്ക് ക്രൂശിനെ കാണുവാൻ സാധിക്കും. യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ യാഗമായിൽ കൂടെ ദൈവികമായിട്ടുള്ള രക്ഷാന്യ പദ്ധതിയാണ് അവിടെ നടപ്പിലായത്. ലോകത്തെ രക്ഷിക്കുന്നതിന് വേണ്ടി പാപത്തിൻ്റെയും ശാപത്തിൻ്റെയും ലോകത്തിൻ്റെ അടിമത്തിൽ നിന്നും ലോകത്തിൻ്റെ മാനവരാക്ഷിയെ വിടുവിക്കുന്നതിന് വേണ്ടി യേശുക്രിസ്തു യാഗമായി. യോഹന്നാൻ 3:16 തൻ്റെ ഏകജാതനെ പുത്രൻ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു എന്ന് അവിടെ പറയുകയാണ്. അതുകൊണ്ട് ആ രക്ഷണീയമായ പദ്ധതിയുടെ അടയാളമായിട്ട്, ആ രക്ഷയുടെ പ്രതീകമായിട്ടാണ് ക്രൂശ് ഇവിടെ നമുക്ക് വീക്ഷിക്കുവാൻ കാണുവാൻ സാധിക്കുക. ഇതുമായി ബന്ധപ്പെട്ട 3 കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. ഒന്ന്, റിപ്പൻറ്റൻസ് ത്രൂ ക്രോസ് എന്നുള്ളതാണ്. യേശുക്രിസ്തുവിൽ കൂടെ പകർന്ന ആ ഒരു രക്ഷണീയ അനുഭവം നമ്മുടെ ജീവിതത്തിൽ അനുതാപത്തോടുകൂടെ സ്വീകരിക്കേണ്ടത് ആവശ്യമാണ്. ആ അനുതാപം ഉണ്ടാകുന്ന ഈ ക്രൂശിൽ കൂടെയാണ്. ക്രൂശിന്റെ അടിവാരത്തിലിരിക്കുമ്പോൾ അനുതാപത്തിന്റെ ആഴങ്ങളിലേക്ക് നമുക്ക് കടന്നു പോകുവാൻ സാധിക്കും. യേശുക്രിസ്തു തന്റെ ക്രൂശ്, തന്റെ ശരീരത്തിലേറ്റ എല്ലാ കഷ്ടപ്പാടുകളും അത് നമ്മുടെ രക്ഷയ്ക്കും നമ്മുടെ വിടുതലിനും വേണ്ടിയാണ് എന്നുള്ള ആ ഒരു വിശ്വാസത്തോടു കൂടെ സ്വീകരിക്കുമ്പോഴാണ് ഈ അനുതാപം നമ്മുടെ ജീവിതത്തിലേക്ക് ഉണ്ടാകുന്നത്. ആ ക്രൂശിന്റെ അടിവാരത്തിലേക്ക് നിന്നുകൊണ്ട് ക്രൂശിലേക്ക് നാം സൂക്ഷിച്ചു നോക്കുമ്പോൾ ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ ദൈവം ചെയ്യുന്ന ആഴമായ ദൈവികമായിട്ടുള്ള സ്നേഹം നമുക്ക് അനുഭവിച്ചറിയാൻ, രുചിച്ചറിയാൻ സാധിക്കും. നമ്മുടെ പാപത്തെക്കുറിച്ച് ഒരു ഉത്ബോധം, പാപത്തെക്കുറിച്ച് അനുതാപത്തോടുകൂടെ ദൈവിക സന്നിധിയിൽ സ്വയം ശോധന ചെയ്തുകൊണ്ട് അനുതാപത്തോടുകൂടി നമുക്ക് അടുത്ത് വരുന്നതിന് ഈ ക്രൂശ് സഹായിക്കുന്നു. പ്രിയമുള്ളവരെ, ആ ക്രൂശിന്റെ അടിവാരത്തിൽ നമുക്കും നമ്മുടെ ജീവിതത്തെ വീണ്ടും ശോധന ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതം സന്തോഷപൂർണ്ണമായ ഒരു പുതുക്കപ്പെടേണ്ട അനുഭവത്തിലേക്ക് നമുക്ക് കടന്നു ചെല്ലുവാൻ സാധിക്കും. എഫെസർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നത് പോലെ ക്രൂശ് ശത്രുത്വം ഇല്ലാതാക്കി. ദൈവത്തിന്റെ ആ പാപത്തിന്റെ അനുഭവം, ദൈവത്തിന്റെ ആ ദൈവവും നാമമായിട്ടുള്ള പാപത്തിന്റെ അനുഭവമായിട്ടുള്ള ശത്രുത്വം ഇല്ലാതാക്കി ഈ ക്രൂശിൽ കൂടെ നമുക്ക് അനുതാപത്തിൽ കൂടെ നേരിട്ട് ദൈവികമായിട്ടുള്ള ആ രക്ഷയുടെ അനുഭവം കരസ്ഥമാക്കുവാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ആ ഒരു നിരപ്പിന്റെ അനുഭവത്തിൽ ആയിത്തീർന്നത് ഈ ഒരു ക്രൂശിൽ കൂടിയാണ്. ദൈവവും മനുഷ്യനും നമ്മിൽ നിരപ്പിന്റെ അനുഭവത്തിലായി തീർന്നത് ഈ ക്രൂശിൽ കൂടെയാണ്. പാപത്തിന്റെ അനുഭവത്തിൽ നിന്നുള്ള വിടുതൽ നൽകിയത് ഈ ക്രൂശിന്റെ അനുഭവത്തിൽ കൂടെയാണ്. ആ ഒരു നിരപ്പിന്റെ അനുഭവത്തിലായതുകൊണ്ട് ദൈവികമായിട്ടുള്ള അനുതാപത്തിൽ, അനുരഞ്ജനത്തിൽ മുന്നേറ്റ് പോകുവാൻ ഈ ക്രൂശ് നമ്മെ സഹായിക്കുന്നു. രണ്ടാമതായി, റിഡംഷൻ ത്രൂ ക്രോസ് എന്നുള്ളതാണ്. ക്രൂശ് വീണ്ടെടുപ്പിന്റെ അടയാളമാണ്. ഏതൊരു അടിമത്തത്തിന്റെ അനുഭവത്തിൽ നിന്നും പൈശാചികമായുള്ള ശക്തിയുടെ അനുഭവത്തിൽ നിന്നുള്ള വീണ്ടെടുപ്പും വിടുതലും ദൈവം നമ്മെ സഹായിക്കുന്നത് ഈ ക്രൂശിന്റെ അനുഭവത്തിൽ കൂടിയാണ്. ക്രൂശ് എന്ന് പറയുന്നത് നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വമാണ്, എന്നാൽ രക്ഷിക്കപ്പെടുന്ന നമുക്കെല്ലാം ദൈവികമായിട്ടുള്ള ശക്തിയാണെന്ന് പറയുന്നതാണ്. ഒന്ന് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൽ പറയുന്നത്, ഏതൊരു അധികാരത്തിന്റെയും വാഴ്ചകളെയും അന്ധകാരത്തിന്റെ ശക്തികളെയും ആയുധവർഗം ഏൽപ്പിച്ചുകൊണ്ട് അവയെ പരസ്യമായ കാഴ്ചയാക്കി അവരെ നശിപ്പിച്ചു എന്നുള്ളത് ഈ ക്രൂശിൽ കൂടെ നമുക്ക് ലഭിച്ച ആ ശക്തിയുടെ അനുഭവമാണ്. പ്രിയമുള്ളവർ, ആ ക്രൂശ് എന്ന് പറയുന്നത് നമുക്ക് ഓരോ ദൈവികമായിട്ടുള്ള ശക്തിയാണ്. യേശുക്രിസ്തു നമുക്ക് നൽകിയത് ഈ ക്രൂശിന്റെ അനുഭവം എന്ന് പറയുന്നത് ദൈവികമായിട്ടുള്ള ശക്തി നമ്മൾ പകർന്ന് നൽകുന്നതിന് വേണ്ടിയാണ്. ആ ഒരു ശക്തിയിൽ നമുക്ക് ആശ്രയിക്കാം, വീണ്ടെടുപ്പിൽ നമുക്ക് ആശ്രയിക്കാം. ആ രക്ഷണ അനുഭവത്തിൽ നമുക്ക് വീണ്ടും ദൈവികമായിട്ടുള്ള സന്നിധിയിൽ മുന്നേറുവാൻ ഈ ക്രൂശിന്റെ അനുഭവം നമ്മെ സഹായിക്കും. മൂന്നാമതായി, റിവാർഡ് ത്രൂ ക്രോസ് എന്നുള്ളത്. ആ ഒരു പ്രതിഫലം നമുക്ക് ലഭിക്കുന്നത് ക്രൂശിന്റെ അനുഭവത്തിൽ കൂടെയാണ്. ക്രൂശിൽ കടന്നു പോകുന്ന അനുഭവത്തിൽ കൂടെയാണ് അടുത്ത് നമുക്കൊരു പുനരുത്ഥാനത്തിന്റെ അനുഭവം അല്ലെങ്കിൽ ഒരു പ്രത്യാശയുടെ അനുഭവം നമുക്ക് ലഭ്യമാകുന്നത്. പ്രിയമുള്ളവർ, ഈ ക്രൂശ് എന്ന് പറയുന്നത് ഒന്നിന്റെ അന്ത്യമല്ല, അതിനപ്പുറമായിട്ട് ഒരു പ്രതീക്ഷയുണ്ട്, ഒരു പ്രത്യാശയുണ്ട്, ഒരു വിടുതലുണ്ട്, ഒരു വിജയമുണ്ട് എന്ന് നമുക്ക് കാണിച്ചു തരുന്നത് ഈ ക്രൂശിന്റെ അനുഭവത്തിൽ കൂടെയാണ്. അത് രക്ഷണീയത്തിന് കാരണമായി തീരുന്ന ഒരു നിത്യജീവന്റെ അനുഭവമാണ്. നിത്യജീവന്റെ പ്രത്യാശയും പ്രതിഫലവും നൽകുന്ന അനുഭവമാണ് ഈ ക്രൂശ് എന്ന് പറയുന്നത്. അത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുത്തുകൊണ്ട് ആ ഒരു കഷ്ടപ്പാടുകൾ നമ്മുടെ ജീവിതത്തിലും ഏറ്റെടുത്തുകൊണ്ട് യേശുക്രിസ്തുവിന് വേണ്ടി ചെയ്യുന്ന ആ ഒരു ക്രൂശിന്റെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുക്കുമ്പോഴാണ് ഈ പ്രതിഫലം നമുക്കുണ്ടാകുക. അതാണ് നമുക്ക് കുറേനക്കാരനായ ശിമോൻ നമുക്ക് യേശുക്രിസ്തുവിന്റെ ക്രൂശിൽ കൂടെ ചുമന്നപ്പോൾ അനുഗ്രഹത്തിന്റെ തലമുറയായ കുറേനക്കാരനായ ശിലോമോന്റെ തലമുറ മാറിയ നമുക്കറിയാമല്ലോ പ്രിയമുള്ളവർ. അതുപോലെ തന്നെ ഈ പൗലോസ് അപ്പോസ്തലനെല്ലാം പറയുന്നത് ക്രൂശിന്റെ ആ അനുഭവത്തിൽ സഹിക്കുന്നത്, ഞാൻ ക്രൂശ് സഹിക്കുന്നത്, ആ ദൈവത്തിന് വേണ്ടി സഹിക്കുന്നത് എനിക്ക് അനുഗ്രഹമാണ്. അതിന് പ്രശംസിക്കാൻ, ക്രൂശല്ലാതെ എനിക്ക് പ്രശംസിപ്പാൻ ഒന്നുമില്ല. മത്തായി 16:24 യേശുക്രിസ്തു പറയുന്ന ഈ ക്രൂശ് എടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരുന്നവനും അല്ലാതെ ശിഷ്യനാകുവാൻ യോഗ്യനല്ല എന്നുള്ളത്. യേശുക്രിസ്തുവിന് വേണ്ടി കഷ്ടം അനുഭവിച്ചുകൊണ്ട്
സഹിച്ചുകൊണ്ട് ക്രൂശ് അനുഭവിച്ചുകൊണ്ട് യേശുക്രിസ്തുവിന് വേണ്ടി ചെയ്യുന്ന പ്രവൃത്തികളാണ് ക്രൂശ് എന്ന് പറയുന്നത്. സ്വന്തമായിട്ടുള്ള കഷ്ടപ്പാടിന് മാത്രമല്ല, യേശുക്രിസ്തുവിന് വേണ്ടി നാം സഹിക്കുന്ന ആ പങ്കപ്പാടുകളും ക്രൂശിൻ്റെ അനുഭവങ്ങളുമെല്ലാം ഈ ക്രൂശിൽ നമുക്ക് ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമായി തീരും. അങ്ങനെയുള്ള ആ ഒരു നിത്യജീവന്റെ അനുഭവത്തിലേക്ക് നമ്മെ നയിക്കും. ആ ഒരു ശിഷ്യത്വത്തിന്റെ അനുഭവത്തിലേക്ക് മുന്നേറുക. ഒരു നല്ല വെള്ളിയാഴ്ച നമുക്ക് എല്ലാവർക്കും സഹായിക്കട്ടെ. ഒന്ന് ഈ റിപ്പൻറ്റൻസ് ത്രൂ ക്രോസ്, രണ്ടാമത് റിഡംഷൻ ത്രൂ ക്രോസ്, മൂന്നാമത് റിവാർഡ് ത്രൂ ക്രോസ്. ഈ ഒരു 3 ചിന്തയിൽ കൂടി ദൈവം ഒരു നല്ല അനുഗ്രഹങ്ങൾ, ദൈവികമായിട്ടുള്ള അനുഗ്രഹങ്ങൾ ലഭ്യമാകുവാൻ, ദൈവിക ഭാഗത്തേക്ക് വീണ്ടും ക്രൂശിൻ്റെ അടിവാരത്തിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കുവാൻ ദൈവം നമ്മെ എല്ലാവരെയും ഒരിക്കൽ കൂടെ ഇടവരുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.